പാവം പക്ഷികൾ. ഞാനൊരു സീരിയസ് ആണെന്ന് ഗീതയ്ക്ക് തോന്നുന്നുണ്ടായിരിക്കുമല്ലേ? ശരിയാണ്. പണ്ടൊക്കെ മരംകുത്തികളുടെ നീണ്ട കഴുത്തിൽ കൃത്യമായി ഞാൻ കല്ലെറിഞ്ഞു കൊള്ളിക്കുമായിരുന്നു. നീ അടുത്തുള്ളപ്പോൾ എനിക്ക് കുട്ടിക്കാലം തിരികെ കിട്ടിയ പോലെ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. നിന്നോട് പറയാൻ പലതും ഞാൻ ഓർത്തു വെച്ചാണ്. ഇങ്ങനെ നോക്കാനാ എനിക്കിഷ്ടം. നിന്റെ ഒരു പടം വരയ്ക്കട്ടെ? വെറുതെ എത്ര ദിവസമായി പറയുന്നു. മനുഷ്യരുടെ മുഖം വരയ്ക്കാൻ എനിക്ക് മടിയാണ്. അമ്മയുടെ ചിത്രം ഞാൻ ഒരിക്കൽ വരച്ചു. ഓർമ്മയിൽ നിന്നാണ് അവരുടെ ഛായ ചികഞ്ഞെടുത്തത്. അമ്മയുടെ മരണത്തിന് ശേഷം ഒരു സ്ത്രീയും എന്നെ സ്വാധീനിച്ചിട്ടില്ല, ഇളയമ്മ പോലും. പക്ഷെ നീ ഹോസ്റ്റലിന് കള്ളം പറഞ്ഞിറങ്ങിയതാണ്. താമസിച്ചാൽ മീറ്ററും വഴക്ക് പറയും. ഹോസ്റ്റലും മീറ്ററും. ഇപ്പോഴല്ല, മുമ്പ് ഞാൻ നിന്നെപ്പറ്റി പലതും കേട്ടിട്ടുണ്ട്. എവിടെയാണ് നിന്റെ തകരാറ്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? നിന്റെ ഓരോ ദുസ്വാതന്ത്ര്യവും എന്റെ അധികാരത്തിന്റെ ബലത്തിലാണെന്നേ ആളുകൾ വ്യാഖ്യാനിക്കൂ. But I haven't broken any rules. ഇന്ന് നിന്റെ കൂടെ ബീച്ചിലുണ്ടായിരുന്ന പെൺകുട്ടി ഏതാണ്? ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിന്റെ ഈ ചാവല്യങ്ങൾ നിന്നെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ. നിനക്ക് അയാൾ അത്ര ഇഷ്ടവും വിശ്വാസമുണ്ടെങ്കിൽ ആരറിഞ്ഞാലും ഒന്നുമില്ലെന്ന് തന്റെ ഇടം വേണം. അല്ലെങ്കിൽ കടപ്പുറത്തും പാർക്കിലും പ്രേമ നാടകം കളിച്ച് നടക്കാതിരിക്കണം. എനിക്ക് രാജുവിന് വിശ്വാസമാണ്. പട്ടണത്തിന്റെ എല്ലാ പുറംപൂച്ചകളും കണ്ടവളാണ് ഞാൻ. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാമായിരുന്നതുകൊണ്ട് ഞാനിതെല്ലാം വെറും തമാശയായേ വിചാരിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരം പോക്കായി കാണാൻ എനിക്ക് വയ്യ. വെറുതെ അതും ഇതും ആലോചിച്ച് പഠിക്കാനുള്ള സമയം കളയണ്ട. അയാൾക്ക് നിന്നോട് ഇഷ്ടമാണെങ്കിൽ വീട്ടുകാരുമായി ആലോചിച്ച് നേർവഴിക്ക് പോകട്ടെ. രാജുവിനോട് പറയാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അയ്യോ വേണ്ട. എങ്കിൽ മര്യാദക്കിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ കിടന്നുറങ്ങും. എനിക്ക് നേരത്തെ ഓഫീസിൽ പോകണം. ഗുഡ് നൈറ്റ്.